എല്ലാവർക്കും നമസ്കാരം. ഗുരുകൃപ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയുന്നത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇപ്പം കണ്ടകശനി ആരംഭിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. 2025 മാർച്ച് 29 ശേഷം 2.5 വർഷത്തിനടുത്ത് നീണ്ടു നിൽക്കുന്ന ഈ കണ്ടകശനി കാലം ഏതൊക്കെ നക്ഷത്രക്കാരെയാണ് ബാധിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം സൂചിപ്പിക്കട്ടെ. കണ്ടകശനി ഒരുപാട് ദുരിതങ്ങളെയൊക്കെ സമ്മാനിക്കുമെങ്കിലും പക്ഷേ ഈ ശനിയുടെ ദുരിതങ്ങളൊക്കെ മറികടക്കാൻ നമ്മളുടെ കൃത്യമായ ഈശ്വരഭജനത്തിലൂടെയും ഉപാസനയോടെയും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കണ്ടകശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക, കൂവളമാല, ധാര, പായസം തുടങ്ങിയ വഴിപാടുകളും, അതുപോലെ ശിവക്ഷേത്രത്തിൽ പൂജ, ശിവക്ഷേത്ര ദർശനം. അപ്പോൾ ശിവക്ഷേത്രത്തിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്തു പോരുക. അതുപോലെ തന്നെ ശാസ്താവിന് തുളസിമാല, പായസ നിവേദ്യം, എള്ളുതിരി തുടങ്ങിയ വഴിപാടുകളും, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, തുളസിമാല, അതുപോലെ കുഴച്ചവിൽ, അതുപോലെ വടനിവേദ്യം. ഓരോരോ സമ്പ്രദായത്തിലെ നിവേദ്യത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്താണോ ആ ദേവതയ്ക്കുള്ള നിവേദ്യം ആ ക്ഷേത്ര സന്നിധിയിൽ പറയുന്നത് അതൊക്കെ ചെയ്യുക. വളരെ അപൂർവമായിട്ട് നടന്നു വരാറുള്ള ശനീശ്വര പൂജയും എവിടെയെങ്കിലും അതിൻ്റെ ഭാഗഭാക്കാവാൻ പറ്റുമെങ്കിൽ കൃത്യമായിട്ട് ചെയ്തു പോരുക. അതൊക്കെ ചെയ്യുമ്പോൾ ഈ ശനിദോഷങ്ങൾ, കണ്ടകശനിയുടെ ദോഷങ്ങൾ പൊതുവെ വളരെ വളരെ കുറഞ്ഞ രീതിയിൽ അനുഭവിക്കുന്നതായി വരും. അതുപോലെ ജാതകത്തിലുള്ള അവസ്ഥ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ നിൽപ്പ്, അതിൻ്റെ ദൃഷ്ടി യോഗങ്ങളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടും നമ്മളെ ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ കണ്ടകശനിയുടെ അനുഭവം വരുന്നതെന്നുള്ളത് നോക്കാം. കണ്ടകശനി ആദ്യത്തെ മിഥുനക്കൂറുകാർക്ക് വളരെ ഒരു ശ്രദ്ധിക്കേണ്ട സമയമാണ്. മിഥുനക്കൂറിൽ നിൽക്കുന്ന മകേര്യത്തിൻ്റെ 3-4 പാദം, തിരുവാതിര പൂർണ്ണമായും, പുണർദത്തിൻ്റെ 1-2-3 പാദങ്ങൾ, അങ്ങനെ പുണർദത്തിൻ്റെ 3 പാദവും തിരുവാതിരയും മകേര്യത്തിൻ്റെ 3-4 പാദങ്ങളും ഈ നക്ഷത്രക്കാർക്ക് അവരുടെ 10ാം ഭാവത്തിൽ, ചന്ദ്രലഗ്നാൽ 10ാം ഭാവത്തിൽ ശനി വന്ന സമയമാണ്. അപ്പോൾ ആ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. പ്രധാനമായും ഇവരെ കർമ്മസ്ഥാനം, ജോലി സംബന്ധമായ വിഷയങ്ങൾ ഒക്കെ കൂടുതൽ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. അതായത് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനോ ഉള്ള ജോലി ഒഴിവാക്കി വേറൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നോ ഒക്കെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക. അപ്പോൾ പരമാവധി ഉള്ള ജോലി ഉപേക്ഷിക്കാതിരിക്കുക. അപ്പോൾ ചെറിയ ചെറിയ പ്രയാസങ്ങൾ കർമ്മമേഖലയിലൊക്കെ വന്നാൽ അതൊക്കെ വളരെ യുക്തിയുക്തമായിട്ട് നേരിട്ട് മുന്നോട്ട് പോവുക. അല്ലാത്ത പക്ഷം അവർക്ക് വളരെ വിഘ്നങ്ങളും കർമ്മ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അത് അവർ വളരെ ശ്രദ്ധിക്കുക. അതുകൂടാതെ അടുത്തതായിട്ട് പറയേണ്ടത് കന്നിക്കൂറുകാരായിട്ടുള്ള നക്ഷത്രക്കാർക്ക്, അതായത് ഉത്രത്തിൻ്റെ 2-3-4 പാദവും, അത്തം പൂർണ്ണമായും, ചിത്തിരയുടെ 1-2 പാദവും, ഈ നക്ഷത്രക്കാരുടെ 7ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന സമയമാണ്. 7ാം ഭാവത്തിൽ ശനി വരുമ്പോൾ അവർക്കും കണ്ടകശനിയായിട്ടാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബജീവിതം അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അതേപോലെ ധനവ്യവഹാരങ്ങൾ, ആർക്കും ധനം കൊടുക്കാതിരിക്കുക, കൊടുത്താൽ ചിലപ്പം പറഞ്ഞ സമയത്ത് തിരിച്ചു കിട്ടാത്ത അവസ്ഥ വരാം. ആരോടെങ്കിലും വാങ്ങിയാൽ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരാം. ധനപരമായൊക്കെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ട ഒരു കാലം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക്. പിന്നെ അനുഭവിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ധനുക്കൂറുകാർ. ധനുക്കൂറിലുള്ള 3 നക്ഷത്രത്തിന് കുറച്ച് പ്രയാസങ്ങളുള്ള ഒരു സമയമാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 4 എന്നീ 3 നക്ഷത്രക്കാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം 4ാം ഭാവത്തിൽ ശനി വരുന്ന സമയമാണ്. 4ാം ഭാവത്തിൽ ശനി വരുന്ന സമയമായതുകൊണ്ടും അവരുടെ കുടുംബം, അതായത് അവരുടെ തറവാട്, വീട്, കുടുംബം, അവരുടെ അങ്ങനെ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ്, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും പലപ്പോഴും പല പ്രശ്നങ്ങളും അവർക്ക് നേരിടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ
ഏറ്റവും ദോഷം വരുന്നത് മീനക്കൂറുകാർക്കാണ്. മീനക്കൂറിൽ അവർക്ക് കണ്ടകശനിയും അതേപോലെ തന്നെ ലഗ്നത്തിൽ തന്നെ ചന്ദ്രലഗ്നത്തിൽ തന്നെ ശനി വരുന്ന കുറച്ചധികം ദോഷങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. ആ നക്ഷത്രത്തിൽ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, അതേപോലെ ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് വളരെ വളരെ മോശമായിട്ടുള്ളൊരു സമയമാണ്. അവർക്ക് എല്ലാ തരത്തിലുള്ള പ്രവൃത്തികളും ഏത് പ്രവൃത്തിയിലായാലും വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. പ്രത്യേകിച്ച് പുതുതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ ഒക്കെ വളരെ ശ്രദ്ധിക്കുക. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ അത്തരത്തിലൊക്കെ തന്നെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങിയാൽ, ആരോഗ്യ മേഖലയിലൊക്കെ വരാൻ തുടങ്ങിയ ഉടനടി തന്നെ കൃത്യമായ ചികിത്സ, വൈദ്യനെ ഡോക്ടറെയൊക്കെ കണ്ട് കൃത്യമായ ചികിത്സ രീതികളൊക്കെ ആരംഭിക്കുക. അതുപോലെ മറ്റ് പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അതേത് മേഖലയിലും ആയിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള അതിനുള്ളൊരു സൊല്യൂഷൻ പെട്ടെന്ന് തന്നെ ചെയ്യുക. ഈ കൃത്യതയുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ തരണം ചെയ്യാനൊക്കെ നമ്മളിലുള്ള ആ ഉപാസനയും ആ ഒരു ശനിയുടെ ദോഷങ്ങൾ മറികടക്കാൻ ശനിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളൊക്കെ ഞാൻ മുന്നേ സൂചിപ്പിച്ച പരിഹാരങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് ഈശ്വരഭജനം കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ ശനീശ്വരനെ നന്നായിട്ട് മന്ത്രസഹിതം ഭജിക്കുക. അതായത് ശനീശ്വരൻ്റെ മന്ത്രമൊക്കെ കൃത്യമായിട്ട് ഭജനം ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് നല്ല വിജയം ഉണ്ടാവും. ഈ ഏത് നെഗറ്റീവായിട്ടുള്ള അവസ്ഥയും നമുക്ക് നമ്മുടെ പരിശ്രമം കൊണ്ട് അതിനെ പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ സമയം മോശമാണെന്ന് കരുതിയിട്ട് നമ്മൾ ഒന്നിലും ഏർപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ അലസരായിട്ടിരിക്കുകയോ അല്ല. അപ്പോൾ ചെയ്യുമ്പം കൂടുതൽ ശ്രദ്ധയോടുകൂടി കൂടുതൽ ഉത്സാഹത്തോടെ കൂടുതൽ പരിശ്രമം ചെയ്ത് ആ നെഗറ്റീവ് അവസ്ഥയെ പോസിറ്റീവാക്കാൻ ശ്രമിക്കുക. അതോടെ നല്ലൊരു ഗുരുനാഥൻ്റെ ഒക്കെ ഒരു അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഗുരുനാഥനൊക്കെ കണ്ടെത്തി നല്ലൊരു ഉപാസനയിലൂടെ നല്ല ഒരു ഈശ്വരീയമായൊരു വഴിയിലൂടെയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റേതായ ഉയർച്ച ഏത് പ്രതിസന്ധിയിലായാലും അവർക്കുണ്ടാവും. അപ്പോൾ അവർക്ക് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുമ്പോൾ ഈ കണ്ടകശനി പോലും അവർ അറിയാതെ കണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പല തിക്താനുഭവങ്ങളും അവർക്ക് വരാതെ കണ്ട് പോവും. അപ്പോൾ എല്ലാവർക്കും അത്തരത്തിലുള്ള ദുരിതങ്ങളൊക്കെ വരാതിരിക്കട്ടെ. അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് ഗുരുനാഥനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.